ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്നായിരിക്കും പലരുടെയും സംശയം. തീർച്ചയായിട്ടും ട്രിപ്പിംഗ് ഇഷ്യൂ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും SPD യുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതേപോലെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുക. അപ്പോൾ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രിപ്പിംഗ് സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂട്രൽ വോൾട്ടേജിനെ സംബന്ധിച്ചും എർത്തിങ്ങിനെ സംബന്ധിച്ചും അതേപോലെ SPD സംബന്ധിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ പല സുഹൃത്തുക്കളൊക്കെ SPD യുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ അത്തരത്തിലൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ട്രിപ്പിംഗ് ഇഷ്യൂ ആയിരുന്നു. ആ ട്രിപ്പിംഗ് ഇഷ്യൂ നമ്മൾ പരിഹരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളെ പറ്റി കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ SPD യുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് SPD യുടെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ SPD യുടെ കാട്രിഡ്ജ് ഫെയില്യൂർ ആയി കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു ലൈറ്റിംഗ് സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ അത് ബ്രേക്കായി പോകും. അത് കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിലേക്ക് ഒരു കണ്ടിന്യൂസ് സപ്ലൈയുടെ ഫാൾട്ട് ഉണ്ടാകുമോ എന്നുള്ള പല സംശയങ്ങളും ഗ്രൂപ്പിൽ നേരത്തെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു വീഡിയോയുടെ ആസ്പദമാക്കി നമ്മളൊരു ചെക്കിൻ രീതിയിലും ആ ഒരു സംഭവം ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ പലരും അതിനെ പറ്റിയിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു SPD ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥലത്തെ എർത്തിങ് പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അവിടുത്തെ ക്ലയൻറ്റ് തന്നെയാണ്. നമ്മുടെ നിർദ്ദേശപ്രകാരം ഇന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെയാണ് ആ എർത്തിങ് ചെയ്തിട്ടുള്ളത്. അവിടെ കിട്ടിയിട്ടുള്ള എർത്തിങ്ങിൻ്റെ വാല്യൂ നമ്മൾ ചെയ്തതല്ല, നമ്മുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചെയ്ത വർക്കിൽ എത്രത്തോളം വാല്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി ഡീറ്റെയിൽ ആയിട്ട് മറ്റു പല കാര്യങ്ങൾ കാണാം. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോസ് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റ് കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ കാണാം. ബൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വീട്ടിലെ രണ്ട് സാഹചര്യങ്ങളാണ് പരിചയപ്പെടുന്നത്. രണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മുടെ കോട്ടയത്തെ വീട്ടിലെയാണ്. അവിടെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എത്രയുണ്ട് എന്നുള്ളതാണ്. 2 ന്യൂട്രൽ ലിങ്കുകളാണുള്ളത്, അതേപോലെ തന്നെ ഒരു എർത്തും. അതിലേക്ക് നമ്മൾ ന്യൂട്രൽ ടു എർത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 42 വോൾട്ട് ലെവലിലാണ് നമുക്ക് കിട്ടുന്നത്. 42-ന് മുകളിലാണ്, ഏകദേശം 41 വോൾട്ടിനടുത്തുണ്ട്. അതേപോലെ ന്യൂട്രൽ ടു ഫേസ് നോക്കുമ്പോൾ 232 ലെവലുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ DB സൈഡിൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഡബിൾ ഫേസിൽ ചെക്ക് ചെയ്യുമ്പോൾ 2 ഫേസുകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 410 വോൾട്ടിനടുത്തുള്ള റേഞ്ചിൽ കൃത്യമായിട്ട് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. പ്രധാന പ്രശ്നം ട്രിപ്പിംഗ് ഇഷ്യൂസ് ആണ്. അത് ഈ 42 വോൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് സോളാർ ചെയ്തിട്ടുണ്ട്. 8 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നെറ്റ് മീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മീറ്റർ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ആ സൈഡിൽ കൃത്യമായിട്ടും ഇതേപോലെ തന്നെ 42 വോൾട്ട് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് തമ്മിൽ കുറച്ച് അകലമുണ്ട്. DBയും മീറ്റർ ബോക്സും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. അവിടെ കേബിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തകരാറാണോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ മീറ്റർ സൈഡിൽ അത് പരിശോധിക്കുന്നത്. അപ്പോഴും മീറ്റർ സൈഡിലും കൃത്യമായിട്ട് 41-42 വോൾട്ടിനടുത്ത് മീറ്റർ സൈഡിലും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, അകത്തെന്തെങ്കിലും പ്രശ്നം കൊണ്ടിട്ടാണോ അങ്ങനെ വ്യത്യാസം വരുന്നത് എന്നുള്ളതെന്ന് അറിയാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഐസൊലേറ്റർ സൈഡിൽ കൂടി ഒന്ന് കൃത്യമായിട്ട് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴും 42 തന്നെയുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഫുള്ള് ഐസൊലേറ്റ് ചെയ്ത്, അതായത് വീടിനകത്തേക്കുള്ള സപ്ലൈ ഫുൾ ഐസൊലേറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ സോളാറിലേക്കുള്ള സിസ്റ്റത്തെയും ഐസൊലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം നോക്കാൻ. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 260 റേഞ്ചിലും വരുന്നുണ്ട്, അതേപോലെ 192 റേഞ്ച് ഒരു ഫേസിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 ഫേസിൽ ഈക്വലായിട്ടൊരു വോൾട്ടേജും ഈ ഒരു ഫേസിൽ 193 വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. പ്ലസ് 42 അപ്പുറത്തെ വോൾട്ട് കൂടെ ആകുമ്പോഴേ ഈ പറഞ്ഞിട്ട് സ്റ്റേബിൾ വോൾട്ടേജിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വ്യക്തമാണ്. അപ്പോൾ നമ്മളിനി ഐസൊലേറ്റർ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. ഇൻകവർ സൈഡിലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെയിം കണ്ടീഷൻ തന്നെയാണ്, 42 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ വീടിനകത്തേക്കുള്ള സപ്ലൈ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 42 വോൾട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റു കാര്യങ്ങൾ ഉറപ്പിക്കാം. തീർച്ചയായിട്ടും
ലൈൻ വോൾട്ടേജ് കാര്യങ്ങൾ 260 വരെ വരുന്നുണ്ട്. ഒരു ഫേസിലെ കേസ് മാത്രമായിട്ട് നമുക്ക് കുറവായിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ഫേസിൽ 260 വോൾട്ട് വരുന്നുണ്ട്. മൂന്നാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ അവിടെ 190 194 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. ഇത് എർത്തുമായിട്ടുള്ളൊരു വാല്യൂ ആണ് കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് ന്യൂട്രലുമായിട്ടുള്ള വാല്യൂ അല്ല. ഓക്കെ, 41 വോൾട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ 41 വോൾട്ട് റേഞ്ചിലാണ് ന്യൂട്രൽ ടു എർത്ത് ലെവലിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഐസൊലേറ്റർ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലൈനിൽ നിന്നുള്ള ഫാൾട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നോക്കി അതിന് ശേഷം നമ്മൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. മറ്റെന്തെങ്കിലും ഫാൾട്ടാണെന്ന് അറിയാൻ ട്രാൻസ്ഫോർ സൈഡിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കി. ഏകദേശം 500 മീറ്റർ അവിടെ നിന്ന് ട്രാൻസ്ഫോറിലേക്കുള്ളൂ. 500 മീറ്റർ തികച്ചില്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കി കഴിയുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ന്യൂട്രൽ ലൈനിൽ ഫാൾട്ട് കാര്യങ്ങളുണ്ട്. അതേപോലെ ആ കേബിൾ കാര്യങ്ങളൊക്കെ ബൾജ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് ട്രാൻസ്ഫോർ വരുന്നത്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 400 മീറ്ററിന് അധികം വരില്ല, അത്രയും ദൂരമേ അതിനകത്തുള്ളൂ. അപ്പോൾ ആ ഫാൾട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ എർത്തിങ് അതേപോലെ തന്നെ ന്യൂട്രലിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം മാറും എന്നാണ് നമ്മൾ അതിൻ്റെ അടുത്ത് കരുതുന്നത്. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പരിശോധിച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഐജു മെഗർ വാല്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. IR വാല്യൂ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നോക്കാം. ഇവിടെ ന്യൂട്രൽ ടു എർത്ത് റേഞ്ചിൽ 0 ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ചില MCB സർക്യൂട്ടുകളിൽ 0 ലെവലിലുള്ള IR വാല്യൂസ് കാര്യങ്ങളാണ് വരുന്നത്. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ആ പ്രശ്നം സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഓരോ സർക്യൂട്ടിനെയും പ്രത്യേകം തിരിച്ച് നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്ത് കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 2 ന്യൂട്രൽ സെക്ഷനുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഈ 2 ന്യൂട്രൽ സെക്ഷനിൽ നിന്നും ഇനി വയറുകൾ അഴിച്ച് ക്ലിയർ ചെയ്താലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചെക്കിങ് രീതികൾ കാര്യങ്ങളൊക്കെ മുൻപിലുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത സുഹൃത്തുക്കൾക്ക് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് 4 വയറുകൾ ഫാൾട്ടായിട്ടുള്ള രീതിയിൽ ഉള്ള വയറുകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മെഗർ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 മെഗോംസിന് മുകളിലായിട്ടാണ് നമുക്ക് അവിടുത്തെ വാല്യൂസ് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി താഴത്തെ സെക്ഷനാണ്. അവിടെയും കൂടി ചെക്ക് ചെയ്ത് അവിടത്തെയും കുറച്ച് വയറുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഫാൾട്ടായിട്ടുള്ള കുറച്ച് വയറുകൾ മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ വാല്യൂ നമുക്കൊന്ന് നോക്കാം. ഫാൾട്ടായിട്ടുള്ളതിലെ വാല്യൂ 0.1 കണ്ടോ, 0.1 ലെവലിലുള്ള വാല്യൂസാണ്. അത്തരത്തിലുള്ള വാല്യൂസിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ആ സർക്യൂട്ടൊക്കെ കണ്ടുപിടിക്കണം ഏതാണ് ഫാൾട്ട് എന്നുള്ളത്. അതേപോലെ താഴത്തെ ലെവലിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു 3-4 വയറുകൾ ഫാൾട്ടി ആയിട്ട് കാണുന്നുണ്ട്. ഇവയെല്ലാം തമ്മിൽ ലിങ്ക് ഉള്ളതായിരിക്കും. അപ്പോൾ താഴത്തെ സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ 6 മെഗോംസിന് മേളിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ലിങ്കുകൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്തു. അടിയിലത്തെ ന്യൂട്രൽ ലിങ്കും മേളിലത്തെ ന്യൂട്രൽ ലിങ്കും തമ്മിൽ കണക്റ്റഡ് ആക്കി വെച്ചുകൊണ്ട് ഇനി നമുക്കൊന്ന് IR വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ 2 വാല്യൂസും തമ്മിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്രത്തോളം ഡിഫറൻസ് വന്നു എന്നുള്ളത് അറിയാം. ഇപ്പോഴും 2 മെഗോംസിന് മേളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ സെക്ഷനാണ്, അവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. ഇനി മറ്റ് വയറുകൾ, ഇപ്പോൾ നമ്മൾ ഫാൾട്ടിയായിട്ട് അയച്ചിട്ടുള്ള വയറുകൾ മാത്രം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം മാറും. ഈ ചെക്കിങ് രീതികളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാൾട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ കാര്യങ്ങളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ സർക്യൂട്ടിലുള്ള IR വാല്യൂവിൻ്റെ കുറവാണ് നമുക്ക് ആ ഒരു പ്രശ്നം ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ഡ്രൈവുകൾ ഞാൻ അടുത്തൊരു സ്ഥലത്ത് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഡ്രൈവുകൾ ഹീറ്റായി കഴിഞ്ഞാൽ അത് പൊട്ടി അത് മെറ്റൽ ബോഡിയായിട്ടൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും ഇവിടെ 42 വോൾട്ടിലടുത്ത് ന്യൂട്രൽ വോൾട്ടേജ് നിൽക്കുമ്പോൾ ട്രിപ്പിംഗ് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സ്വിച്ചുകൾ ഇടുമ്പോൾ ട്രിപ്പാവുക, അതേപോലെ തന്നെ കൃത്യസമയങ്ങളില്ലാണ്ട് ട്രിപ്പാവുക എന്നൊക്കെ ഉള്ള കണ്ടീഷൻസ് ഈ ഒരു കാര്യം കൊണ്ടിട്ടുമൊക്കെ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളൊക്കെ IR വാല്യൂ ഒക്കെ ക്ലിയർ ആക്കിയ ശേഷമുള്ള വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 8 മില്ലി ആമ്പിയറിൻ്റെ ലീക്കേജാണ് സർക്യൂട്ടിലുള്ളത്. 8, 9, 10. ഇനി നമ്മൾ സോളാറിൻ്റെ സിസ്റ്റം ഓണായി കഴിഞ്ഞാൽ ലീക്കേജ് വ്യത്യാസം വരെ നമുക്ക് കാണാം. 23.5 മില്ലി ആമ്പിയറിൻ്റെ ലീക്കേജാണ് ആ സോളാർ സിസ്റ്റം ഓണാക്കി കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ അത് സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ലീക്കേജ് കാര്യങ്ങളുണ്ടാകും. അത് നമ്മൾ അകത്താണ് RCB ഇരിക്കുന്നത്. അതുകൊണ്ട് അകത്തെ ലീക്കേജ് നമുക്ക് 10 മില്ലി ആമ്പിയർ ഉള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നം വരുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സോളാറിൻ്റെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. 8 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ABBയുടെ യൂണിറ്റാണ്. വളരെ അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ്. DCDBയും ACDBയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇത്തിരി ഇത് ഡാർക്കായിട്ടിരിക്കുന്ന കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവില്ല.
അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ACDBയുടെ സൈഡിലെ നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിലെ കാട്രിഡ്ജ് 2 പോയിരിക്കുന്നത് കാണുന്നത്. ആ L1 L2 കാട്രിഡ്ജുകൾ 2 റെഡ് മാർക്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അഴിച്ച് നോക്കണം. അപ്പോൾ എന്തായാലും കാട്രിഡ്ജ് കാര്യങ്ങളൊക്കെ അഴിച്ച് 4 കാട്രിഡ്ജും ഊരി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം കാട്രിഡ്ജ് 4 ഊരി മാറ്റി വെച്ചു. ഇതിൻ്റെ അത് റെഡും ഗ്രീനും നമുക്ക് കാണാം. അപ്പോൾ സോളാർ പാനലും അതേപോലെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകം നോട്ട് ചെയ്തിട്ടൊരു കാര്യമാണ് കാട്രിഡ്ജുകൾ ഡാമേജ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അതേപോലെ റെഡ് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രീൻ മാർക്കിംഗ് ആണെങ്കിൽ ഇത് ഓക്കെയാണ്. റെഡ് മാർക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആ കാട്രിഡ്ജുകൾ ചേഞ്ച് ചെയ്തിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിവൈസുകൾക്ക് ഡാമേജ് കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ പല സുഹൃത്തുക്കൾക്കും മറ്റൊരു കാര്യം ഡൗട്ടുണ്ട്. ഇങ്ങനെ റെഡ് വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവുമോ, അതായത് 2 ടെർമിനലുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവുമോ, എർത്ത് ഫാൾട്ടായിട്ട് കൊണ്ടിരിക്കുമോ എന്നുള്ളത്. ഇത് DCDBയുടെ സൈഡാണ്. ഇവിടെ കാട്രിഡ്ജും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അത് കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. DCയുടെ സൈഡിൽ പ്രശ്നം വന്നിട്ടില്ല, AC വന്നിട്ടുള്ള സർജാണ്. അതേപോലെ തന്നെ നമ്മുടെ സോളാറിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലോഡ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസത്തെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ കാലയളവിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അത് സോളാർ പാനലും കാര്യങ്ങളിലൊക്കെ അഴുക്ക് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് പുറകെ ഞാൻ കാണിക്കാം. ഇവിടെ നമ്മുടെ SPDയുടെ കാട്രിഡ്ജുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീനും ഒന്ന് റെഡുമാണ്. അതേപോലെ 2 സെറ്റുകൾ നമുക്കുണ്ട്. അടുത്തത് റെഡും ഗ്രീനും. അപ്പോൾ ഗ്രീനായിട്ടുള്ളവ വർക്കിങ്ങുമാണ്, റെഡായിട്ടുള്ളവ കംപ്ലൈൻറ്റും ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പല സുഹൃത്തുക്കളുടെ ഡൗട്ട് എന്ന് വെച്ചാൽ റെഡായിട്ടുള്ള, അതായത് ഫാൾട്ടായിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ എർത്തിലേക്ക് ഉണ്ടാവും എന്നുള്ളത്. അത് വൈദ്യുതിയുടെ പ്രവാഹം എർത്തിലേക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് കറണ്ട് കൺസപ്ഷൻ കൂടില്ലേ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ പല സുഹൃത്തുക്കൾക്കും ഉണ്ട്. നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ റെഡിലും ഇല്ല, അതേപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ളതിലും കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൾട്ടി ആയാൽ പോലും, ഒരു കാട്രിഡ്ജ് ഫാൾട്ടി ആയാൽ പോലും എർത്തിലേക്ക് ഒരിക്കലും ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവില്ല. ഈ സർജ് സംഭവിക്കുന്ന സമയത്ത് മാത്രമാണ് അതിലൂടെ ഒരു കണ്ടിന്യൂറ്റി വൈദ്യുത പ്രവാഹം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത സമയത്ത് കാട്രിഡ്ജ് ഫാൾട്ടാണെങ്കിലും ശരി, അതേപോലെ നല്ല കാട്രിഡ്ജ് ആണെങ്കിലും ശരി, ഒരു വൈദ്യുത പ്രവാഹം അതിൻ്റെ അകത്തും ഉണ്ടാകത്തില്ല. അപ്പോൾ സർജ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അത്തരത്തിലുള്ള ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഡാമേജ് ആയിട്ടുള്ള കാട്രിഡ്ജുകൾ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മാറ്റുക, പുതിയ കാട്രിഡ്ജുകൾ മേടിച്ചിടുക. അപ്പോൾ സോളാർ പാനൽ ചെയ്തിട്ടുള്ളവർ ഈ ഒരു ഡിവൈസിൽ ഇങ്ങനെ കാണുന്ന മാർക്കിങ്ങിലായിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിയിടുക, അല്ലെങ്കിൽ അടുത്ത സർജിന് നമ്മുടെ ഡിവൈസുകൾ ഡാമേജ് ആകും. അപ്പോൾ ഇതാണ് ആ ഒരു റെഡ് മാർക്കിംഗ് വരുന്നത്. ഇങ്ങനെ റെഡ് മാർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ കാട്രിഡ്ജ് ഡാമേജ് ആയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് മാറ്റിയിട്ട് പുതിയത് ഇടുക എന്നുള്ളതേ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിവൈസ് അടുത്ത സർജുകൾക്ക് ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ സോളാർ പാനലുകളുടെ ഡീറ്റെയിലേക്ക് നോക്കുമ്പോൾ സോളാർ പാനലിൽ മുഴുവൻ ഡസ്റ്റാണ്. നല്ല രീതിയിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് മാസങ്ങളായി കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനിൽ കുറവുണ്ടാകാനുള്ള പ്രധാന കാരണം ആ പാനലിലെ ഡസ്റ്റ് തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മളൊരു SPD ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2.5 മീറ്റർ താഴ്ത്തിയിട്ടുള്ളൊരു എർത്തിങ് ആണ് ചെയ്തിട്ടുള്ളത്, പൈപ്പ് എർത്തിങ് ആണ്. ഈ എർത്തിങ് ചെയ്തിട്ടുള്ള ക്ലയൻറ്റ് തന്നെയാണ്. നമ്മുടെ നിർദ്ദേശപ്രകാരം അതിൻ്റെ റൂൾസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ എർത്തിങ് വാല്യൂസ് എത്ര വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ശ്യാംബ്രോയാണ്, കൊല്ലത്തെ എൻ്റെ സൂപ്പർവൈസറാണ്. അദ്ദേഹമാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ വർക്ക് ചെയ്യുന്നത് ശ്യാമാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. ഇനി SPD സൈഡിൽ നമ്മൾ ഒരു MCB 4 പോൾ MCB അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്നൈഡറിൻ്റെ SPD ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്നൈഡർ കമ്പനിയുടെ SPD ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 പീസിൻ്റെ SPD ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ എർത്തിങ് വാല്യൂസ് കാര്യങ്ങളൊക്കെ കാണാം. എർത്തിങ് വാല്യൂസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അത് പക്കയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നത് അതിന് വലിയ ദോഷകരമായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പറുകളും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇവിടെ ഫുൾ സ്ക്രീനിൽ എപ്പോഴും ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എത്രയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് സ്പൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്പൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഓംസ് ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 5 ഓംസിൽ താഴെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ, ഈ എർത്തിങ് പ്രകാരം എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ 3.22 ഓംസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വളരെ നല്ലൊരു വാല്യൂ തന്നെയാണ്.
അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.